റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഏതു മുത്തുനബിയാ പറഞ്ഞത്? ഏതു മുത്തുനബിയാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടു കൊതിയിരുന്നതിന് മുമ്പ് അബവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ വിട പറഞ്ഞു പോയല്ലോ. ആ ഉമ്മാന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഉമ്മാടെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ കണ്ണീര് തൂകിയിട്ടില്ലേ? ആമിന എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം മതി വരുവോളം നുകരാൻ കഴിയാത്ത ലോകത്തിന്റെ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പയെ കണ്ട കാലമില്ല, ഉപ്പയുടെ പരിലാളനം ലഭിച്ചില്ല, ഉപ്പയുടെ പരിചരണം ലഭിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ യതീമിന്റെ വേദന നല്ലതുപോലെ അറിഞ്ഞു, ഒരു ഉമ്മയില്ലാത്ത ദുഃഖം നല്ലതുപോലെ അറിഞ്ഞു. ആരംഭ റസൂൽ ഈ ലോകത്തിനോട് പറയാണ്, മക്കൾ മാതാപിതാക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കാലം വന്നാൽ ലോകത്തിന്ന് വരെ കാണാത്ത രോഗം നിങ്ങൾ കാണുന്നതാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾ, ദുരന്തങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നതാണ്. കൊറോണ പോലെയുള്ള വൈറസുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളാണ് വിളിച്ചു വരുത്തുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഈ മഖാമിൽ വന്ന നമ്മുടെ ആരുടെയും ഉമ്മ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഗൗരവം നിങ്ങൾക്കറിയുമല്ലോ, നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഗൗരവം നിങ്ങൾക്കറിയുമല്ലോ, സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. എന്നാൽ അതിനേക്കാൾ വലിയ ഗൗരവത്തോടെ, അതിനേക്കാൾ വലിയ അത്ഭുതം നിറഞ്ഞ വാക്കുകളോടെയാണ് അള്ളാന്റെ ഖുർആൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ വാപ്പയെ കുറിച്ച് പറഞ്ഞത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്നൊരു വാക്കുപോലും നിങ്ങൾ പറയല്ലേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത്ര ഗൗരവത്തോടെ പടച്ച റബ്ബ് സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്. ഛേ എന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ വാപ്പയോട് പറയല്ലേ. വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ വിരട്ടല്ലേ എന്ന് പറയാണ്. കണ്ണുരുട്ടല്ലേ, ശബ്ദം കൂട്ടല്ലേ, മുഖം കറുപ്പിക്കല്ലേ, മുമ്പിലൂടെ അപമര്യാദയോടെ നടന്നു പോകല്ലേ. അല്ലാഹുവേ, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സംഭവിക്കുന്നതെന്താണ്? ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട മക്കൾ തന്റെ മാതാപിതാക്കളെ കാണുന്നത് എങ്ങനെയാണ്? ആ മക്കളെ തന്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന സമീപനം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ജില്ലയിൽ എത്ര മഖാം ഉറൂസുകൾ നടന്നാൽ, ഈ ജില്ലയിൽ എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തിയാൽ, നിന്റെ വീട്ടിന്റെ അകത്ത് കഴിയുന്ന പൊന്നാര ഉമ്മ നിന്നെ ഓർത്തിട്ട് അല്ലാഹുവേ എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ, എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ടൊന്ന് തേങ്ങിക്കരഞ്ഞാൽ, മാസങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സേവനങ്ങൾ, നിന്റെ ഖിദ്മത്തുകൾ, നിന്റെ ആണ്ട് ഉറൂസ് മഹാമഹങ്ങളല്ല ഒരു സെക്കൻഡ് കൊണ്ട് നിഷ്പ്രഭമായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇന്നത്തെ ഉറൂസ് കഴിയുമ്പോ ആദ്യം ചെയ്യാനുള്ളത് നിന്റെ ഉമ്മയുടെ പൊരുത്തം വാങ്ങലാ. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു പൊരുത്തം നല്ലതാണ്. ചിലപ്പോ നമ്മുടെ വർത്തമാനത്തിൽ ആ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാഹുവിന്റെ കടമ പറഞ്ഞിട്ട്, അല്ലാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞിട്ട്, അല്ലാഹുവിനോടുള്ള കടമ പറഞ്ഞിട്ട് അതിന്റെ ചുവടെയാണ് അല്ലാഹു ചേർത്ത് വെക്കുന്നത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന് ഒരു സ്വഹാബി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ ഉമ്മാക്ക് പകരം ചെയ്യേണ്ടത് എന്താണ് നബിയെ? ഒരു നല്ല ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഉമ്മ നിനക്ക് എന്തൊക്കെയാണ് ചെയ്തത്, അതിന് പകരം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. ഉമ്മ ആദ്യം നിനക്ക്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഒന്ന് ഓർത്തു നോക്കുക, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ചെയ്തത് മുഴുവനും നീ ഒന്ന് ഓർത്തു നോക്കുക. എന്റെ ഉളയം മഖാമിൽ വന്ന പ്രിയപ്പെട്ടവർ, എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുഴുവനും ഒന്ന് ഓർത്തു നോക്കുക. അല്ലാഹുവേ പടച്ചവനേ,
ഗർഭവതിയാണെന്ന് ഉമ്മ സ്വയം അറിഞ്ഞ സമയം മുതൽ എനിക്ക് വേണ്ടിയല്ലേ ഉമ്മ ജീവിച്ചത്, ഉമ്മ ഭക്ഷണം കഴിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഉമ്മ ഉറങ്ങിയത് എനിക്ക് വേണ്ടിയാണ്, ഉമ്മ ശരീരം ശ്രദ്ധിച്ചത് എനിക്ക് വേണ്ടിയാണ്. പിന്നെ മരണവെപ്രാളവും മരണവേദനയും അനുഭവിച്ചുകൊണ്ട് ഒരു പെണ്ണ് വായ തുറന്ന് എത്രത്തോളം പൊട്ടിക്കരയുന്നുവോ അത്രത്തോളം വലിയ പൊട്ടിക്കരച്ചിൽ ഒരു പെണ്ണ് ചെയ്യുന്നത് പ്രസവത്തിന്റെ സമയത്തു മാത്രമാണ്. അല്ലാഹുവേ, അങ്ങനെ വായ തുറന്ന് ഉമ്മ നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞപ്പോഴാണ് ഞാൻ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതല്ലാ. എന്നെ കണ്ടപാടെ ഉമ്മയുടെ എല്ലാ വേദനയും പോയി. ഉമ്മ എത്ര സ്റ്റിച്ചിട്ടെങ്കിലും അതിന്റെ സങ്കടം ഉമ്മ മറന്നുപോയി. എത്ര രക്തം ഒഴുകി വന്നെങ്കിലും എന്റെ മുഖം കണ്ടപ്പോ ഉമ്മ അത് മറന്നുപോയി. എന്റെ കരച്ചിൽ കേട്ടപ്പോ ഉമ്മയുടെ കരച്ചിൽ നിന്നു. എന്റെ കരച്ചിൽ കേട്ടപ്പോ ഉമ്മയുടെ കരച്ചിൽ നിന്നു. എന്റെ കുഞ്ഞു കയ്യിലേക്ക് തൊട്ടുമ്മ മുത്തം തന്നു ആദ്യമായി. പക്ഷേ ഉമ്മ വളരെ ഗൗരവത്തോടെ ഒരു പൊടി പോലും പറ്റാതെ, ഒരു ഈച്ച പോലും വന്നിരിക്കാതെ, ഒരു കൊതുകു പോലും വന്നിരിക്കാതെ, ഒരു കുഞ്ഞ് കടുകുമണിയുടെ അളവിലുള്ള പ്രാണി പോലും എന്റെ കുഞ്ഞിന്റെ ദേഹത്തിൽ വന്നിരിക്കരുത് റബ്ബേ എന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ കാസർകോട്ടെ ചെറുപ്പക്കാരാ, എന്റെ കാസർകോട്ടെ പൊന്നുമോളെ, നിന്നെ ഉമ്മച്ചി പോറ്റി വളർത്തിയത്. നിനക്ക് നല്ല പേരിട്ട് ഏറ്റവും അധികം മുത്തം സ്നേഹത്തോടെ നിനക്ക് തന്നത് നിന്റെ ഉമ്മയല്ലേ. നിന്റെ ചുണ്ടിൽ, നിന്റെ കവിളിൽ, നിന്റെ നെറ്റിയിൽ, നിന്റെ ദാടിയിൽ, നിന്റെ നെഞ്ചിൽ, നിന്റെ ശരീരമാസകലം ഉമ്മ മുത്തം തന്നില്ലേ. നിന്നെ കുളിപ്പിക്കുമ്പോ ഒരു തുള്ളി വെള്ളമെങ്ങാണം അവന്റെ കാതിലൂടെ മൂക്കിലൂടെ അകത്തു പോകുമോ എന്ന് ഭയന്ന് പോയില്ലെങ്കിൽ എടുത്തിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെവിയിലും മൂക്കിലും ഊതിക്കൊടുത്ത്, അല്ലാഹുവേ, ഇങ്ങനെ ഒരു ഉമ്മ നമ്മളെ വളർത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരാ. ഇന്നാ ഉമ്മയോടാണ് നീ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്, ഇന്നാ ഉമ്മയാണ് നീ കഴുത എന്ന് വിളിച്ചത്, ഇന്നാ ഉമ്മയോടാണ് നീ ചൂടായത്, ഇന്നാ ഉമ്മയോടാണ് നീ വിരൽ ചൂണ്ടി സംസാരിച്ചത്, ഇന്നാ ഉമ്മയോടാണ് എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് ഇന്ന് നീ ആ ഉമ്മയോടാണ് പറഞ്ഞത്. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് നീ പറഞ്ഞത് ആ ഉമ്മയോടാണ്. അല്ലാഹുവേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. ഇത്ര മാത്രമാണോ? ഇതൊരു പ്രസവം വരെ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് 1-2 വർഷം വരെ മാത്രമാണെങ്കിൽ, അല്ലാഹുവേ പടച്ചവനെ, അത് കഴിഞ്ഞാലും നീറുന്ന മനസ്സ്, അത് കഴിഞ്ഞാലും വേവുന്ന മനസ്സ്, അത് കഴിഞ്ഞാലും സങ്കടക്കടലിൽ ആടിത്തിമിർക്കുന്ന മനസ്സ്, പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. വല്ലാത്ത